എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10 GK ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഹിമാലയാസ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? അതായത് താഴെ തന്നിരിക്കുന്നത് ഹിമാലയാസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹിമാദ്രി ഇസ് ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഓഫ് the Himalayan ranges. The average altitude of Himadri is 4000 meters. Shivalik range situated to the north of the Himachal range. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി. ഒന്നാമത്തത് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓക്കെ, ഹിമാദ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ് ഹിമാലയൻ റേഞ്ചസിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോക്കാം. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഏറ്റവും ടോപ്പിൽ ട്രാൻസ് ഹിമാലയ ആണ്. അതിൽ വരുന്ന ഡിവിഷൻസ് ആണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളിൽ പത്കായിബം, നാഗാ കുന്നുകൾ, ഗാരോ കുന്നുകൾ, ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ഉത്തരപർവ്വത മേഖല നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഡിവിഷനാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൻ്റെത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകൾ പത്കായിബും, നാഗാ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ഓക്കെ, ഹിമാദ്രി. അതായത് ഇത് ഉത്തരപർവ്വത മേഖലേൻ്റെ ഡിവിഷനാണ് പറയുന്നത്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹിമാലയത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഹിമാലയത്തിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ ഇതിൽ ഹിമാദ്രീൻ്റെ പ്രത്യേകതകളാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ശരാശരി ഉയരം 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. ഉദാഹരണം കാഞ്ചൻജംഗ, നന്ദാദേവി. അടുത്തത് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 3000 മീറ്റർ. ഷിംല, ഡാർജിലിംഗ്, തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വത നിരകളുടെ തെക്കേ ചെരുവിലായി സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടി പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ആദ്യം. സിവാലിക് ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 12220 മീറ്ററാണ്. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. അപ്പോൾ ഇവയെ ഡൂണുകൾ എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണം ഡെറാഡൂൺ. ഓക്കെ, അതായത് ഹിമാദ്രി എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ നിരയാണ്. ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമാണ് ഹിമാദ്രി. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാഞ്ചൻജംഗ, നന്ദാദേവി. അടുത്തത് ഹിമാചൽ എന്ന് പറയുന്നത് ഹിമാദ്രീൻ്റെ തെക്ക് ഭാഗത്തായിട്ട്, അതായത് ഹിമാദ്രീൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശരാശരി ഉയരം 3000 മീറ്ററാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരകളുടെ തെക്കേ ചെരുവിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളാണ് കാണപ്പെടുന്നത്. ഹിമാചലിലെ സുഖവാസ കേന്ദ്രങ്ങളാണ് കാണപ്പെടുന്നത്. അത് തെക്കേ ഭാഗത്താണ് സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത്. പിന്നെ സിവാലിക് എന്ന് പറയുമ്പോൾ ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ട്, അതായത് ഹിമാചലിന് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശരാശരി ഉയരം 1220 മീറ്ററാണ്. പിന്നെ ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടത്തും തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഡെറാഡൂൺ. അപ്പോൾ ഹിമാദ്രീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹിമാചലിൽ സുഖവാസ കേന്ദ്രങ്ങളാണ്. സിവാലിക്കിൽ ഡൂണുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തുകൊണ്ട് തെറ്റായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇവിടെ ഹിമാദ്രീൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഹിമാദ്രീൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4000 മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സിവാലിക് എന്ന് പറയുന്നത് ഹിമാചലിൻ്റെ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോർത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് SCERT ഞാൻ എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ SCERT
പാർട്ട് എടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പെനിൻസുലാർ റിവേഴ്സ്. പെനിൻസുലാർ റിവേഴ്സിന്റെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് ദീസ് ആർ റെയിൻഫെഡ് റിവേഴ്സ് ദ വാട്ടർ ഫ്ലോ. അതായത് ഇതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇതിൽ തെറ്റ് വായിക്കുന്നില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അതായത് ഇത് മഴ ഉള്ള പ്രദേശങ്ങളിലുള്ള റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് ഇതിൽ അതായത് സമ്മർ സീസണിൽ വെള്ളം കുറയും. പിന്നെ പെനിൻസുലാർ റിവേഴ്സ് ഡു നോട്ട് ക്രിയേറ്റ് ഡീപ്പ് വാലീസ്. അതായത് പെനിൻസുലാർ റിവേഴ്സ് ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികൾ വലിയ വാലീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ളതും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള റോക്കിൻ്റെ പർവ്വതങ്ങളുടെ മുകളിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ്. ഓക്കെ, അതായത് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളുമാണ് വരുന്നത്. ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ കറക്റ്റ് നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഇതിലും ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളുടെയും പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ഹിമാലയൻ നദികൾ ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത കൂടുതലാണ്. പർവ്വത മേഖലകളിൽ ഗിരികേന്ദ്രങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഇനി അതേസമയം ഉപദ്വീപീയ നദികളാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത താരതമ്യേന കുറവ്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്. കുറഞ്ഞ ജലസേചന ശേഷി അതും പറഞ്ഞു. പിന്നെ ഉൾനാടൻ ജലഗതാഗതത്തിന് താരതമ്യേന സാധ്യത കുറവാണ്. അപ്പോൾ ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഹിമാലയൻ നദികൾ. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ് ഇവിടെയുള്ളത്. അപരദന തീവ്രത കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മണ്ണോ അങ്ങനെയുള്ള അവസാദങ്ങൾ ഒഴുക്കി കൊണ്ടുവരുന്നതിനെയാണ് ഈ അപരദന തീവ്രത എന്ന് പറയുന്നത്. അത് കൂടുതലാണ്. പിന്നെ പർവ്വത മേഖലകളിൽ ഗിരികേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ സമതലങ്ങളിൽ വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന ജലസേചന ശേഷിയാണ്. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. ഇനി അതേസമയം ഉപദ്വീപീയ നദികളാണെങ്കിൽ അത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത താരതമ്യേന കുറവാണ്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. കുറഞ്ഞ ജലസേചന ശേഷി. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ്. 1ഉം 3ഉം. ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് 5th 5 ഇയർ പ്ലാൻ വാസ് പ്രിപ്പയർഡ് ആൻഡ് ലോഞ്ച്ഡ് ബൈ DP Dhar. ടാർഗറ്റ് ഗ്രോത്ത് ഓഫ് 8th 5 ഇയർ പ്ലാൻ വാസ് 5.6 and 6% and the actual growth was 6.8%. ഓക്കെ, അതായത് 5ാമത്തെ 5 ഇയർ പ്ലാന് ലോഞ്ച് ചെയ്തതും ഡ്രാഫ്റ്റ് ചെയ്തതും DP Dhar ആണ്. പിന്നെ ഈ 5 ഇയർ പ്ലാനിൽ അതായത് 8th 5 ഇയർ പ്ലാനിൽ 5.6% ഗ്രോത്ത് ടാർഗറ്റ് ചെയ്യുകയും എന്നാൽ 6.8% ഗ്രോത്ത് നേടുകയും ചെയ്തു. ഇനി 1857 വിപ്ലവത്തിൻ്റെ ലീഡേഴ്സിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് സമയം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഉത്തരം നോക്ക്. ഞാൻ ആൻസർ പറയാണ്. ഓപ്ഷൻ സി ആണ്. അതായത് നാനാ സാഹിബ് കാൺപൂർ, മൗലവി അഹമ്മദുള്ള ഷാ. ഓപ്ഷൻ സി അല്ലേ പറഞ്ഞത്? അപ്പോൾ മൗലവി അഹമ്മദുള്ള ഷാ ഫൈസാബാദ്, പിന്നെ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് വിപ്ലവത്തിലെ 1857 വിപ്ലവത്തിലെ നേതാക്കൾ നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാൺപൂർ നാനാ സാഹിബ്, ഡൽഹി ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും, ഝാൻസി റാണി ലക്ഷ്മിബായി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, മീററ്റ് കദം സിംഗ്,
അലഹബാദ് ലിയാഖത്ത് അലി, മധുര ദേവി സിംഗ്, ഗ്വാളിയോർ റാണി ലക്ഷ്മിബായി താന്തിയ തോപ്പി, കോട്ട ജയ്ദ് ദയാൽ, ഹരിയാന റാവു തുലാറാം, ആസാം മണിറാം ദത്ത, ബറൌട്ട് പർഗാന ഷാമൽ, ലക്നൗ ആഗ്ര ഔദ് അയോധ്യ ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാർ ജഗദീഷ്പൂർ ആര കൺവർ സിംഗ്, ബറേലി റോഹിൽഖണ്ഡ് ഖാൻ അബ്ദുൾ ഖാൻ ബഹദൂർ ഖാൻ, മാൻഡസോർ ഫിറോസ് ഷാ. ഓക്കെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭട്ട് ഗോഡ്സെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി മലയാറ്റൂർ രാമകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കാൺപൂർ നാനാ സാഹിബ്, ഡൽഹി ബഖ്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായി, ഫൈസാബാദ് മൗലവി ഹമ്മുദുള്ള, മീററ്റ് കദം സിംഗ്, അലഹബാദ് ലിയാഖത്ത് അലി, മധുര ദേവി സിംഗ്, ഗ്വാളിയോർ ലക്ഷ്മിബായി താന്തിയ തോപ്പി, കോട്ട ജയ്ദ് ദയാൽ, ഹരിയാന റാവു തുലാറാം, ആസാം മണിറാം ദത്ത, ബറൌട്ട് പർഗാന ഷാമൽ, ലക്നൗ ആഗ്ര ഔദ് അയോധ്യ ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാർ ജഗദീഷ്പൂർ ആര കൺവർ സിംഗ്, ബറേലി റോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ, മാൻഡസോർ ഫിറോസ് ഷാ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭട്ട് ഗോഡ്സെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി മലയാറ്റൂർ രാമകൃഷ്ണൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഈ ലാസ്റ്റിൽ കൊടുത്തിട്ടുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽമാരാണ് പറയാൻ പോകുന്നത്. ഡൽഹി നിക്കോൾസണും ഹഡ്സണും, കാൺപൂർ ക്യാമ്പൽ ഹവ്ലോക്ക്, ഝാൻസി ഹ്യൂഗ്രോസ്, ആര വില്യം ടൈലർ, വിൻസെൻ്റ് അയർ, ലക്നൗ കാമ്പൽ, ബറേലി കാമ്പൽ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? അതായത് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്നാമത്തത്. ചൗരി ചൗര ഇൻസിഡൻറ്റ് 1922 ഗുജറാത്തിലല്ല ഉത്തർപ്രദേശിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. അതായത് ഈ സ്ത്രീകൾ പബ്ലിക്കിൽ ഫോറിൻ ക്ലോത്ത്സ് സ്ട്രീറ്റിൽ കത്തിച്ചു. പിന്നെ അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ഫാർമേഴ്സ് ഈ ഒരു കൊളോണിയൽ ഒഫീഷ്യൽസിൻ്റെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചു. ഓക്കെ, ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത് 1922 ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറോൺ. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ഉദ്ധം സിംഗ് ആണ്. മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് 1940 മാർച്ച് 13. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1940 ജൂലൈ 31. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഹണ്ടർ കമ്മീഷനാണ്. ഹണ്ടർ കമ്മിറ്റിയിൽ അതൃപ്തരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാർ ഒരു അനൗദ്യോഗിക സമിതി രൂപവൽക്കരിച്ചു. ഇപ്രകാരം നിയമിതമായ കമ്മിറ്റിയിലെ അംഗങ്ങൾ മോത്തിലാൽ നെഹ്റു, സിയാർദാസ്, M.R. ജയങ്കർ, അബ്ബാസ് തിയാബ്ജി, ഗാന്ധിജി. ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, രാജാക്കന്മാർ ഒന്നിച്ചു കൂടുന്നതിനും ബ്രിട്ടീഷ് മാർഗനിർദ്ദേശങ്ങൾക്ക് കീഴിൽ പൊതു താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നതിനും 1921 നിലവിൽ വന്ന സംഘടനയാണ് നരേന്ദ്ര മണ്ഡലം അല്ലെങ്കിൽ ചേംബർ ഓഫ് പ്രിൻസസ്. റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച നേതാക്കളാണ് മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസ്ഹർ ഉൽ ഹക്ക്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി C. ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്.
1920-22 നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നത്. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വിജയരാഘവാചാരി. ഓക്കെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കളാണ് സി.ആർ. ദാസും മോത്തിലാൽ നെഹ്റുവും രാജേന്ദ്ര പ്രസാദും. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ബാസന്തി ദേവി, ഊർമിള ദേവി. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച സ്കൂളുകൾ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം. ചൗരി ചൗര സംഭവം 1922 ആണ്. 1922 ഫെബ്രുവരി 5 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം. അതായത് 22 പോലീസുകാർ മരിക്കാനിടയായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്, ഗോരഖ്പൂർ ജില്ല. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് 1922 ഫെബ്രുവരി 11. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനായി നിർത്തലാക്കിയത് 1922 ഫെബ്രുവരി 12 ആണ്. അപ്പോൾ ഈ ചൗരി ചൗര സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റ് ചെയ്തത് 1922 മാർച്ച് 10 ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലാണ് യർവാദ ജയിൽ. ഓക്കെ. പിന്നെ ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയാണ്. അപ്പോൾ ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. 1922 നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സരാബന്ദി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്? അതായത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, വൈക്കം സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ. ഇതിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് അരുവിപ്പുറം കോൺസെക്രേഷൻ, വൈക്കം സത്യാഗ്രഹ, പിന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, പിന്നെ വരുന്നത് പാലിയം സത്യാഗ്രഹം. അപ്പോൾ ഇതിൻ്റെ വർഷങ്ങളൊന്ന് നോക്കിയിരിക്കാം. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936, വൈക്കം സത്യാഗ്രഹം 1924, പാലിയം സത്യാഗ്രഹം 1947, അരുവിപ്പുറം കോൺസെക്രേഷൻ 1888. അപ്പോൾ വാഗ്ബടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4. അതായത് വാഗ്ബടാനന്ദ സ്റ്റാർട്ടഡ് ഓർഗനൈസേഷൻ നോൺ ആസ് ആത്മവിദ്യാ സംഘം. പിന്നെ ഹി ഓൾസോ സ്റ്റാർട്ടഡ് മാഗസിൻ നെയിംഡ് അഭിനവ കേരളം. വാഗ്ബടാനന്ദ ഫേവേർഡ് ടെമ്പിൾ എൻട്രി റൈറ്റ് ഓഫ് ലോവർ കാസ്റ്റ്. അപ്പോൾ ഇതിൽ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളാണ് എഴുതിയിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ളതിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനിൽ ആയിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 3. ദ ഒബ്ജക്റ്റീവ് ഓഫ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വാസ് ടു സ്റ്റഡി അബൌട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതായത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പഠനമാണ്. പിന്നെ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് ഈ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് തെറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഒരു എസ് രാധാകൃഷ്ണൻ്റെ ചെയർമാൻഷിപ്പോട് കൂടിയിട്ട് വന്ന ഒരു റെക്കമെൻഡേഷനാണ്. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ്സും എക്സ്റ്റൻഷൻസും വരാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇനി താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് വായിക്കുക പോസ് ചെയ്തിട്ട്, എന്നിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് ഓപ്ഷൻ എ ആണ്. അതായത് 1 ശരിയും രണ്ടാമത്തത് തെറ്റുമാണ്. എന്താ വെച്ചാൽ ഒന്നാമത്തത് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു ദ adult members of every household living in urban areas who are willing to do unskilled manual labor. ഓക്കെ. അതായത് ഈ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് ഈ
നഗരപ്രദേശങ്ങളിൽ അവിദഗ്ധ തൊഴിൽ, അതായത് വിദഗ്ധമല്ലാത്ത തൊഴിലുകൾ എടുക്കാൻ തയ്യാറായിട്ടുള്ള കുടുംബത്തിലെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. PM പോഷൻ എന്ന് പറയുന്നത് ഈ മിഡ് ഡേ മീൽ സ്കീമില്ലേ അതിനെയാണ് പറയുന്നത്. അതായത് കുട്ടികൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണ് PM പോഷൻ. അടുത്തത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഗൗതം ഗംഭീറാണ് ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, സീനിയർ മെന്നിൻ്റെ ഹെഡ് കോച്ച് എന്ന് പറയുന്നത് ഗൗതം ഗംഭീറാണ്. ഇനി ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, പ്രസിഡന്റ് റോജർ ബിന്നി, CEO ഹെമാങ് അമീൻ, വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല, സെക്രട്ടറി ദേവജിത്ത് സൈക്യ. ഓക്കെ, അപ്പോൾ ഇവരെ ഒന്ന് പഠിച്ചു വെക്കാം. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, പ്രസിഡന്റ് റോജർ ബിന്നി, CEO ഹേമാങ് അമീൻ, വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല, സെക്രട്ടറി ദേവജിത്ത് സൈക്യ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും അഡീഷണൽ പോയിൻറ്റ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. PDF നന്നായിട്ട് വായിച്ചു നോക്കുക, തീർച്ചയായിട്ടും മനസ്സിലാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.